ഹായ് ഹലോ വെൽക്കം ടു ഓൾ മോക്ക് ടെസ്റ്റ് സീരീസ് 1ലേക്ക് ഏവർക്കും സ്വാഗതം. സ്കോളേഴ്സ് ഹബ്ബ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്ന ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങളോട് പറഞ്ഞിരുന്നു നെക്സ്റ്റ് ഡേ തന്നെ വീഡിയോ ചെയ്തതിന്റെ ആൻസർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ 20 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ്. ഈ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യത്തിലേക്കും അതിന്റെ ഉത്തരത്തിലേക്കും പോകാം. ഓക്കെ, ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം ബെൻ സിസേഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അപ്പൊ സിസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്വിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഒരുപാട് ടൈപ്സ് ഓഫ് സിസേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ബെൻ സിസേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് അല്ലേ? ബെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? വളഞ്ഞതാണ് അല്ലേ? അപ്പൊ തീർച്ചയായും വളഞ്ഞ രീതിയിലുള്ള ഇത് കട്ട് ചെയ്യാനായിരിക്കുമല്ലോ സിസേഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള വളഞ്ഞ കാര്യങ്ങൾ ഏതിലാണ് ഉപയോഗിക്കുന്നത്? വൃത്താകൃതിയിലൊക്കെ വെട്ടിയെടുക്കാൻ, അതുപോലെ തന്നെ വളവുകളും തിരിവുകളൊക്കെ കൂടുതൽ ഉണ്ടാകാൻ നമ്മൾ ഇത് എംബ്രോയിഡറിയുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴാണ് ബെൻ സിസേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. എംബ്രോയിഡറി ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെൻ സിസേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്ന് വീഡിയോ കാണുന്നവര് ഒന്ന് മനസ്സിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്തോളുക. ഓക്കെ, ആൻസറിലേക്ക് പോകാം. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആപ്ലിക് വർക്ക് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ബെൻ സിസേഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആപ്ലിക് വർക്ക് ചെയ്യാനാണ് ബെൻ സിസേഴ്സ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എംബ്രോയിഡറി ഫ്രെയിമിന്റെ മറ്റൊരു പേരെന്ത്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എംബ്രോയിഡറി ഫ്രെയിമിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് കേട്ടിട്ട് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എംബ്രോയിഡറി ഫ്രെയിമിന്റെ മറ്റൊരു പേരെന്താണ്? ഹൂപ്പ്. എംബ്രോയിഡറി ഫ്രെയിമിന്റെ മറ്റൊരു പേരാണ് ഹൂപ്പ്. അപ്പൊ ആൻസർ എന്താണ്? ഹൂപ്പ് ആണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യവർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന എംബ്രോയിഡറി ഫ്രെയിം. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യവർക്ക് എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ട് ചെയ്യുന്നതാണ് അല്ലേ? ഇരുന്ന് വേണം ചെയ്യാൻ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുന്ന ടൈമില് ആര്യവർക്ക് ചെയ്യാന് നമ്മള് ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ഫ്രെയിം. നമ്മൾ ഈ ബൊട്ടീക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം അല്ലെ, ഹിന്ദിക്കാരൊക്കെ അവിടെ ഇരുന്നിട്ട് റെക്ടാങ്കുലർ ആയിട്ടുള്ള വലിയ ഫ്രെയിം വെച്ചിട്ട് ആരി വർക്ക് ചെയ്യുന്ന അറിയാം. നിങ്ങളിൽ പലരും ആരി വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് റൗണ്ട് ഫ്രെയിമിനേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് സ്ക്വയർ ഫ്രെയിം ഉപയോഗിച്ച് വൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ആരി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രെയിം ഏതാണ്? സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ഫ്രെയിം. നാലാമത്തെ ചോദ്യം നീഡിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള മാർഗം. എന്താണ് ചോദ്യം? നീഡിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള മാർഗം. ഓക്കെ, നമ്മൾ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്തതിന് സമയത്ത് കുറെ പേര് ആൻസർ ചെയ്തിരുന്നു ഓയിൽ ഒഴിച്ചാൽ മതിയെന്ന്. ഓയിൽ ഒഴിക്കുകയല്ല, നീഡിൽ നമ്മൾ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള ചെയ്യുന്നത് നമ്മൾ എന്താണ്? സിൽവർ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. അപ്പൊ എന്താണ്? നീഡില് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? സിൽവർ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം ഇവൻ വേവ്, ക്യാൻവാസ് മുതലായവയിൽ ചെയ്യുന്ന എംബ്രോയിഡറി. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അല്ലെ, ക്യാൻവാസിലൊക്കെ നമ്മൾ ഇങ്ങനെ ക്ലോത്ത് പരിശോധിക്കുന്ന സമയം നമുക്ക് ശരിക്കും അതിന്റെ ഇഴകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താഴേക്കും മുകളിലേക്കുള്ള ഇഴകളെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇനി ഇഴകൾ നമുക്ക് കറക്റ്റായി എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കും എന്ന് പറയുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ ആൻസർ വരുന്നത്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂലേ? എണ്ണാൻ പറ്റും. അപ്പൊ കൗണ്ട് ചെയ്യുക. ക്യാൻവാസ് എന്ന് പറയുന്ന തുണി നമുക്ക് നോക്കുമ്പോൾ അറിയാലേ, അതിലെ ഇഴകളെ നമുക്ക് എണ്ണി നോക്കാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എന്താ? കൗണ്ട് ചെയ്യാൻ പറ്റുമ്പോ കൗണ്ടഡ് ത്രെഡ് വർക്ക് ആണ് ആൻസർ. എന്താണ്? കൗണ്ടഡ് ത്രെഡ് വർക്ക്. അപ്പൊ ക്യാൻവാസ്, ഇവൻ വേവ് തുടങ്ങിയ തുണികളിൽ ചെയ്യാൻ പറ്റുന്ന എംബ്രോയിഡറി ഏതാണ്? കൗണ്ടഡ് ത്രെഡ് വർക്ക്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റിബൺ എംബ്രോയിഡറി ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന നീഡിൽ ഏതാണ്? ആൻസർ ഏതാണ്? ഷെനിൽ നീഡിൽ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹാൻഡ് എംബ്രോയിഡറിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ത്രെഡ്.
ഹാൻഡ് എംബ്രോയിഡറിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ത്രെഡ് ഏതാണ്? അപ്പം നമ്മൾ കൂടുതലായും കോട്ടൺ, സിൽക്ക് അങ്ങനെയുള്ളതാണ് അല്ലേ. ത്രെഡുകളെ കുറിച്ച് വിശദമായി തന്നെ ഒരു ഭാഗം തന്നെയുണ്ട്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം ക്ലോത്തിനെ കുറിച്ച് അറിയുന്ന പോലെ, നീഡിലിനെ കുറിച്ച് അറിയുന്ന പോലെ നമുക്ക് ത്രെഡിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ വേണം അല്ലെ. അപ്പൊ ഇതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. ഹാൻഡ് എംബ്രോയിഡറിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന എംബ്രോയിഡറി ത്രെഡ് ഏതാണ്? ആൻസർ ഏതാണ്? സ്റ്റാൻഡേർഡ് എംബ്രോയിഡറി ത്രെഡ്. ഏതാണ്? സ്റ്റാൻഡേർഡ് എംബ്രോയിഡറി ത്രെഡ്. എട്ടാമത്തെ ചോദ്യം, വൂൾ യാണിന്റെ മറ്റൊരു പേര്. ഇത് ഓർക്കാൻ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. വൂൾ യാൺ. വൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, വൂൾ എന്ന് പറഞ്ഞാൽ കമ്പിളിയാണ്. കമ്പിളി എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? കമ്പിളി എന്താണ്, നമ്മളിങ്ങനെ ചെമ്പരി ആടിനെ മുണ്ടനം ചെയ്ത്, അതുപോലെ തന്നെ മൃഗങ്ങളെ മുണ്ടനം ചെയ്താണ് നമ്മള് വൂൾ യാണ് നമ്മൾ ശേഖരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അപ്പം നമുക്ക് ഒന്ന് മൈൻഡിൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ടിപ്പ് ഉപയോഗിക്കാം അല്ലെ. അതൊരു ക്രൂവൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ മൃഗങ്ങൾ ഇങ്ങനെ മുണ്ടനം ചെയ്യുന്നത്. അപ്പൊ ആൻസർ ക്രൂവൽ യാൺ. എന്താണ്? ക്രൂവൽ യാൺ. ഞാൻ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ വൂൾ യാണിന്റെ മറ്റൊരു പേരെന്താണ്? ക്രൂവൽ യാൺ. ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഡിസൈൻ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പേപ്പർ. ഡിസൈൻ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പേപ്പർ. അപ്പൊ ഡിസൈൻ പകർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഉണ്ട്. ഡിസൈൻ പകർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് അറിയാമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ഡിസൈൻ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന ടൂളുകൾ ഉണ്ട്. ഓക്കെ, അപ്പോ അതിനെ നമ്മൾ എന്താ പറയാ? ട്രാൻസ്ഫർ മെറ്റീരിയൽ എന്നാണ് പറയാ. എന്താണ് പറയുക? ട്രാൻസ്ഫർ മെറ്റീരിയൽ എന്നാണ് പറയുക. കാർബൺ പേപ്പർ, കാർട്രിഡ്ജ് പേപ്പർ, ട്രേസിംഗ് പേപ്പർ, ട്രേസിംഗ് വീൽ, ഇതെല്ലാമാണ് എന്തിൽ വരുന്നത്? ട്രാൻസ്ഫർ മെറ്റീരിയൽ വരുന്നത്. അപ്പൊ ഏതെല്ലാമാണ് ട്രാൻസ്ഫർ മെറ്റീരിയൽ വരുന്നത്? കാർബൺ പേപ്പർ, കാർട്രിഡ്ജ് പേപ്പർ, ട്രേസിംഗ് പേപ്പർ, ട്രേസിംഗ് വീൽ. അപ്പോൾ ഇതില് എന്താണ്? കാർബൺ പേപ്പർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കാർബൺ പേപ്പർ ഉപയോഗിക്കുന്നത് എംബ്രോയിഡറി തയ്ക്കേണ്ട തുണിയിലേക്ക് ഡിസൈൻ പകർത്തുന്നതിന് അല്ലേ. നമ്മൾ കാർബൺ കോപ്പി എന്നൊക്കെ പറയൂലേ. അപ്പൊ എന്താണ്? എംബ്രോയിഡറി തയ്ക്കേണ്ട തുണിയിലേക്ക് ഡിസൈൻ പകർത്തുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്? കാർബൺ പേപ്പർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ഏതെല്ലാം കളറുകളിൽ അവൈലബിൾ ആണ്? കറുപ്പ്, നീല, മഞ്ഞ, വെള്ള, ചുമപ്പ് എന്നീ കളറുകളിൽ ഏത് ലഭ്യമാണ്? കാർബൺ പേപ്പർ അവൈലബിൾ ആണ്. ഇനി കാർട്രിഡ്ജ് പേപ്പർ എന്താണെന്ന് നോക്കാം. കട്ടിയും മിനുസമുള്ള പേപ്പറാണ്. ഇതെന്തിനാണ്? എംബ്രോയിഡറി ഡിസൈൻ വരയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. എംബ്രോയിഡറി ഡിസൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഏതാണ്? കാർട്രിഡ്ജ് പേപ്പർ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ട്രേസിംഗ് പേപ്പർ ആണ് അല്ലേ. ട്രേസിംഗ് പേപ്പർ എന്തിനാണ്? ട്രേസിംഗ് പേപ്പർ ഡിസൈൻ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പേപ്പർ. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്തി. ഡിസൈൻ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പേപ്പർ ഏതാണ്? ട്രേസിംഗ് പേപ്പർ. ഇത്രയുമാണ് ഏത്? ട്രാൻസ്ഫർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോ 4-5 ക്വസ്റ്റ്യനോളം ഒറ്റ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ ഡിസൈൻ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന പേപ്പർ ഏതാണ്? ട്രേസിംഗ് പേപ്പർ. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേർവരകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ. നിങ്ങൾ ചിന്തിക്കും, പെൻസിൽ ഞങ്ങൾ ഒറ്റ പെൻസിലാണല്ലോ അല്ലെ കണ്ടിട്ടുള്ളൂ. ചിത്രം വരയുമായി ബന്ധപ്പെട്ട് ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടവർക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി അറിയായിരിക്കും. എങ്കിൽ പോലും നേർവരകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിലാണ് HB പെൻസിൽ. നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റ് ഉണ്ട്. നേരത്തെ 9ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രതിപാദിച്ച പോലെ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ആയ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പോ ഇനി ഈ പെൻസിലുമായി ബന്ധപ്പെട്ട് പോയിന്റ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോ നേർവരകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിലാണ് HB പെൻസിൽ. ഇനി 11ാമത്തെ ചോദ്യം, ബ്ലാങ്കറ്റ് പാഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലാങ്കറ്റ് പാഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലാങ്കറ്റ് പാഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പൗൺസിങ്ങുമായിട്ടാണ് അല്ലേ ബന്ധപ്പെട്ടിരിക്കുന്നത്. പൗൺസിങ്ങുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 12ാമത്തെ ചോദ്യം, സ്റ്റെപ്പ്ഡ് റണ്ണിങ്ങിന്റെ ബേസ്. ആൻസർ ഡാണിങ് ആണ്. അപ്പോൾ സ്റ്റെപ്പ്ഡ് റണ്ണിങ്ങിന്റെ ബേസ് എന്താണ്? ഡാണിങ്.
13ാമത്തെ ചോദ്യം സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ച് ഏതാണ്? സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ച് ഏതാണ്? ചെയിൻ സ്റ്റിച്ചിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അതിൽ പെടുന്ന ആ വേരിയേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയാൻ പറ്റും. ഉത്തരം അല്ലെങ്കിൽ നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ച് ഏതാണ്? ബട്ടർഫ്ലൈ ചെയിൻ സ്റ്റിച്ച്. ഏതാണ്? ബട്ടർഫ്ലൈ ചെയിൻ സ്റ്റിച്ച്. ഇനി 14ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 14ാമത്തെ ചോദ്യം ഏത് തരം ക്ലോത്തിലാണ് മാർക്കിംഗ് സ്റ്റിച്ച് ചെയ്യുന്നത്? 14ാമത്തെ ചോദ്യം എന്താണ്? ഏത് തരം ക്ലോത്തിലാണ് മാർക്കിംഗ് സ്റ്റിച്ച് ചെയ്യുന്നത്? ആൻസർ മാറ്റി ക്ലോത്ത്. ഏത് തരം ക്ലോത്തിലാണ്? മാറ്റി ക്ലോത്തിലാണല്ലേ നമ്മൾ മാർക്കിംഗ് സ്റ്റിച്ച് ചെയ്യുന്നത്. 15ാമത്തെ ചോദ്യം നല്ല വശത്ത് ഡബിൾ ബാക്ക് സ്റ്റിച്ചും ചീത്ത വശത്ത് ഹെറിബോണും ലഭിക്കുന്ന സ്റ്റിച്ച്. എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് എന്താ പറയാ ആവർത്തന ചോദ്യമാണ് അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കേറ്ററ്റിനും സ്പീയിങ്ങിനും ഇൻസ്ട്രക്ടറിനും ഒക്കെ എല്ലാ എക്സാംസിനും മിക്ക എക്സാംസിനും ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യമാണ് ഇത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തവർക്കറിയാം. അതിൽ എളുപ്പമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഏത്? ഈ ക്വസ്റ്റ്യൻ അല്ലെ. നല്ല വശത്ത് ഡബിൾ ബാക്ക് സ്റ്റിച്ചും ചീത്ത വശത്ത് ഹെറിബോണും ലഭിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? ഷാഡോ എംബ്രോയിഡറി. ഷാഡോ എംബ്രോയിഡറി ആണല്ലേ. 16ാമത്തെ ചോദ്യം പാവപ്പെട്ടവന്റെ കമ്പിളി എന്നറിയപ്പെടുന്ന സ്റ്റിച്ച്. പാവപ്പെട്ടവന്റെ കമ്പിളി എന്നറിയപ്പെടുന്ന സ്റ്റിച്ച് ഏതാണ്? പാവപ്പെട്ടവന്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് കാന്തയാണ് അല്ലേ. ആൻസർ ഏതാണ്? കാന്ത. കാന്തേന്റെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ അതിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ. 17 ഫുൽക്കാരിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. ഫുൽക്കാരിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? ഫുൽക്കാരിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഡാണിംഗ് സ്റ്റിച്ച്. ഏതാണ്? ഡാണിംഗ് സ്റ്റിച്ച്. ഫുൽക്കാരിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? ഡാണിംഗ് സ്റ്റിച്ച്. ആന്ധ്രാപ്രദേശിലെ കാളഹസ്തി ഏത് എംബ്രോയിഡറിക്ക് പേര് കേട്ടതാണ്? നിങ്ങൾ എംബ്രോയിഡറിയുമായി ബന്ധപ്പെട്ട് എംബ്രോയിഡറിയുടെ ജന്മദേശങ്ങളുണ്ട് അല്ലേ, ബർത്ത് പ്ലേസ് ഉണ്ട്. അതിൽ എന്തായാലും ഒരു മാർക്കിന്റെ ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഈ അടുത്ത് നടന്ന എല്ലാ എക്സാംസ് എടുത്ത് ശ്രദ്ധിച്ചാലും അറിയാം ഏതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എംബ്രോയിഡറിയുടെ ജന്മദേശമായിരിക്കും. ആന്ധ്രാപ്രദേശിലെ കാളഹസ്തി ഏത് എംബ്രോയിഡറിക്ക് പേര് കേട്ടതാണ്? ഏതാണ്? ആര്യവർക്ക്. ആര്യവർക്കിന് പേര് കേട്ടതാണ്. 19ാമത്തെ ചോദ്യം കച്ച് എംബ്രോയിഡറിയുടെ മറ്റൊരു പേരെന്ത്? ഇതും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും കച്ച് എംബ്രോയിഡറിയുടെ മറ്റൊരു പേര്? കൻബി എംബ്രോയിഡറി. ഏതാണ്? കൻബി എംബ്രോയിഡറി. ഇനി 20ാമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കട്ടി കുറഞ്ഞ തുണികളിൽ ഡിസൈൻ പകർത്തുന്ന രീതി. കട്ടി കുറഞ്ഞ തുണികളിൽ ഡിസൈൻ പകർത്തുന്ന രീതി ഏതാണ്? കട്ടി കുറഞ്ഞ തുണികളിൽ ഡിസൈൻ പകർത്തുന്ന രീതി ഡയറക്റ്റ് മെത്തേഡ്. ഏതാണ്? ഡയറക്റ്റ് മെത്തേഡ്. കഴിഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഡിസൈൻ പകർത്തുന്ന 3 രീതികളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 3 മെത്തേഡാണ് ഡിസൈൻ പകർത്തുന്നത്. പ്രധാനമായും 3 രീതികളാണ് നമ്മൾ ഡിസൈൻ പകർത്തുന്നതിന് ഉപയോഗിക്കുന്നത്. 1 ഡയറക്റ്റ് മെത്തേഡ്, 2 കാർബൺ മെത്തേഡ്, 3 പൗൺസിങ് മെത്തേഡ്. അപ്പൊ ഇതില് പരമ്പരാഗതമായി ഡിസൈൻ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഇത് പൗൺസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കട്ടി കുറഞ്ഞ തുണികളിൽ ഡിസൈൻ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഡയറക്റ്റ് മെത്തേഡ്.